ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ചിക്കൻ കറി നമുക്ക് നാടൻ കോഴിയിലും വെക്കാം. നാടൻ കോഴിയിൽ വെക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ്. പക്ഷേ ഇതിപ്പം ബ്രോയിലർ കോഴിയാണേ. ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തേങ്ങായും വേണം. ചിക്കൻ കറിക്ക് ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കണം. അപ്പം ഞാൻ മല്ലിയും മുളകും തേങ്ങായും ഇതെല്ലാം കൂടെ വറക്കണം. നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇടും. പക്ഷേ ഇതിങ്ങനെ ഇടുമ്പം നമുക്ക് ഒന്നുകൂടെ കറിക്ക് ടേസ്റ്റ് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല വറുത്ത് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കരിയാപ്പിലയും കൂടി ഇട്ട് നല്ല വറുത്തെടുക്കണം. ഈ തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ ഒരു 5-6 പീസ് കുരുമുളകും കൂടി ഇടണം. കുരുമുളക് പൊടി ഇടുന്നതിനെക്കാട്ടിലും നല്ലത് തേങ്ങയുടെ കൂടെ ഇങ്ങനെ കുരുമുളക് ഫുള്ളായിട്ട് ഇടണം. അതിന് ശേഷം ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ തേങ്ങയുടെ കൂടെ ഇട്ട് ഒന്നുകൂടെ വറക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഞാനിവിടെ ചീനിച്ചട്ടിയാണ് കറി വയ്ക്കാൻ എടുത്തേക്കുന്നത്. നമ്മളെപ്പോഴും ചിക്കനും മട്ടണും ഒക്കെ കറി വയ്ക്കുമ്പം ഒന്നീ ചട്ടിയിൽ വയ്ക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വയ്ക്കാൻ ശ്രദ്ധിച്ചാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ ആവശ്യത്തിന് എണ്ണയെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് പെരിഞ്ചീരവും ഏലക്കായും ഗ്രാമ്പും കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാനിവിടെ ഒരു 100 ഗ്രാം ചെറിയ ഉള്ളിയും ഒരു ചെറിയ സവാളയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ചെറിയ ഉള്ളിയാണെങ്കിൽ വേവുമ്പം ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. 3-4 പച്ചമുളകും കൂടി ഇട്ടിട്ട് എണ്ണയ്ക്കകത്ത് നല്ല വഴറ്റിയെടുക്കണേ. ഇതെല്ലാം നല്ല വഴണ്ട് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും നന്നായി ആ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റണം. ചിക്കനും ഈ എണ്ണയ്ക്കകത്ത് തന്നെ വഴറ്റി ഒരു പകുതി വേവാകുമ്പോഴേ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ഈ ചിക്കനകത്ത് ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ അങ്ങനെ പലഹാരത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണേ. അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് ഈ ചിക്കൻ ഇങ്ങനെ പകുതിയോളം വെന്തിട്ടുണ്ട്. അതിന് ശേഷം വേണം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാൻ. നമ്മൾ ആ തേങ്ങായും എല്ലാം മസാലകളെല്ലാം ഇട്ട് വറുത്ത അരപ്പാണേ. എന്നിട്ട് വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കത്തില്ല. ഈ അരപ്പും പിന്നെ ആ എണ്ണയ്ക്കകത്ത് കിടന്നാണ് ഈ ചിക്കൻ വേവുന്നത്. എന്നിട്ടിതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രയും തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ലാസ്റ്റ് ഗരം മസാല കറിയിലിടുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്നുകൂടെ വേവിക്കുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.